എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചെയ്തൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ബ്ലൂടൂത്ത് അഡാപ്റ്റർ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഡോംഗ്ലി, ഇതാണ് ഐറ്റം. ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ PC, ലാപ്ടോപ്പിലൊക്കെ ബ്ലൂടൂത്ത് ഡിവൈസ് ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ഇങ്ങനൊരു ഡിവൈസ് വെച്ച് കണക്ട് ചെയ്യും. ഇതുപോലെ തന്നെ നമുക്ക് വൈഫൈയുടെ ഡിവൈസും ഉണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. നമ്മൾ അത് ഡോംഗ്ലി എന്ന് പേര് പറയും, വൈഫൈ അഡാപ്റ്റർ എന്നും പറയും. നമ്മുടെ യൂട്യൂബ് ചാനൽ കിടപ്പുണ്ട്, അതുപോലെ അൺബോക്സ് ചെയ്ത്. ഇതിപ്പോൾ ഞാൻ ഇന്നിപ്പോൾ എടുത്തേക്കുന്നത് തന്നെ TP ലിങ്കിൻ്റെ ബ്ലൂടൂത്ത് ആണ് എടുത്തേക്കുന്നത്. ബ്ലൂടൂത്ത് അഡാപ്റ്റർ അല്ലെങ്കിൽ ഡോംഗ്ലി എന്ന് പറയും. ഇതിൻ്റെ 5.3 ആണ് വന്നേക്കുന്നത്. ബ്ലൂടൂത്ത് 1 ഇയർ വാറണ്ടി ഉണ്ട്. മോഡൽ നമ്പർ വരുന്നത് UB500 ആണ് വരുന്നത്. ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. ബ്ലൂടൂത്ത് 5.3 ആണ്. ഫാസ്റ്റിംഗ് പെയറിംഗ് ആയിരിക്കും. പിന്നെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത് Windows 11, Windows 10, Windows 8, Windows 7 എന്നീ ഡിവൈസുകളിൽ ഇത് സപ്പോർട്ട് ചെയ്യും. നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. നമുക്ക് എല്ലാത്തിനോട് കിട്ടുന്നൊരു യൂസർ മാനുവൽ ഇതിലുണ്ട്. ഇതിൽ നമ്മൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്രൈവ് നമ്മൾ ഗൂഗിളിൽ കയറി ഡൗൺലോഡ് ചെയ്യണം. അതിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഇവരിവിടെ തന്നിട്ടുണ്ട്. ആ വെബ്സൈറ്റിൽ കയറി നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഐറ്റം. ഇത്രയേ ഉള്ളൂ സംഭവം ഇത്രയുള്ള സംഭവത്തിനകത്താണ് ഇത് വർക്കാകുന്നത്. ഒരു കണക്കിന് എനിക്ക് തോന്നുന്നത് നല്ല കാര്യം തന്നെയാണ്. ബ്ലൂടൂത്ത് ഇല്ലാത്ത ഡിവൈസുകൾക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. TP ലിങ്കിന് എനിക്കൊന്ന് അത്യാവശ്യം നല്ല കമ്പനിയാണ്. യൂസ് ചെയ്യുന്ന കാര്യത്തിലും ഏറ്റവും എനിക്കൊന്നു സർവീസ് സെൻറ്ററും നമുക്കിവിടെയൊക്കെ അടുത്തുണ്ട്. ഞങ്ങളുടെയൊക്കെ അടുത്ത് സർവീസ് സെൻറ്ററൊക്കെ ഉണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും TP ലിങ്കിൻ്റെ എനിക്കൊന്ന് യൂസ് ചെയ്ത ആൾക്കാരോട് ഞാൻ റിവ്യൂ ഒക്കെ ചോദിച്ചപ്പോൾ ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നും നിലവിലൊന്നും വന്നിട്ടില്ല. നമുക്ക് ഇത് കണക്ട് ചെയ്തിട്ട് ഇത് വർക്ക് ചെയ്യുന്നതും ഇത് ഏത് ഡ്രൈവാണ് ഡൗൺലോഡ് ചെയ്യുന്നതും കൂടെ നമുക്ക് നോക്കാം. ഗൈസ്, കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആദ്യം കാണിക്കാം. ഈ സിസ്റ്റത്തിൽ നിലവിൽ ബ്ലൂടൂത്ത് ഇല്ല, കാണിച്ചു തരാം. നിലവിൽ ഇതിനകത്ത് ഇപ്പോൾ ഉള്ളത് വൈഫൈ മാത്രമേ ഉള്ളൂ. വൈഫൈ നമ്മൾ ഡോംഗ്ലി വെച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് വൈഫൈയുടെ റേഞ്ച് കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ബ്ലൂടൂത്ത് നമുക്ക് ഇല്ലെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. സെറ്റിങ്സ് എടുക്കുന്നു, ബ്ലൂടൂത്തിൻ്റെ ഓപ്ഷൻ, ആഡ് ഡിവൈസ്, ബ്ലൂടൂത്ത്. കണ്ടോ, ബ്ലൂടൂത്ത് ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നിലവിൽ ബ്ലൂടൂത്തിനകത്ത് ഇല്ല. അപ്പം നമ്മുടെ ഡോംഗ്ലിൻ്റെ അടുത്ത് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഇതാണ് സാധനം, ഞാനിപ്പോൾ കാണിച്ചല്ലോ. നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. എങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുന്നത് PCയുടെ ബാക്കിലാണ് കണക്ട് ചെയ്യുന്നത്. നിലവിൽ കണക്റ്റ് ആയിട്ടുണ്ട്, നോക്കാം. ബ്ലൂടൂത്തിൻ്റെ ഓപ്ഷൻ ഇവിടെ കാണിച്ചു. ഇനി നമ്മളിത് ഇങ്ങനെ ഓൺ ചെയ്താൽ ഈ സാധനം വർക്കാകത്തില്ല. ഇത് ചെയ്യണമെങ്കിൽ ക്രോമിൽ കയറി ഇതിൻ്റെ പേരടിക്കണം. TP ലിങ്ക് ബ്ലൂടൂത്ത് 5.3 ഡ്രൈവർ ഇതാണ്ട് ഡൗൺലോഡ് ഓപ്ഷൻ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. ഇതാണ് സാധനം. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞായിരുന്നല്ലോ UB500 TP ലിങ്ക്. ഇതാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അതിൻ്റെ മോഡൽ നമ്പർ നോക്കിയിട്ട് ഇതാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുക ആദ്യം. വേണ്ടേ, ഓപ്ഷനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. വേണ്ട 5.3 ഡ്രൈവർ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ആകുന്നുണ്ട്, കാണാം എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഗൈസ്, അങ്ങനെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് സെറ്റപ്പ് ചെയ്യണം. സെറ്റപ്പ് ഓപ്ഷൻ,
ഡ്രൈവ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സെറ്റപ്പാണിത്. നെക്സ്റ്റ് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. ആയിക്കൊണ്ടിരിക്കുന്നു. നോ ഫിനിഷ്. നിലവിലുള്ളത് പ്രോസസ്സ് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് നോക്കാം കണക്റ്റ് ആകുമോ എന്ന്. നമ്മളിരിക്കുന്ന ഒരു TWS ആണ്. നമ്മളൊന്ന് ഓൺ ചെയ്തിട്ട് നോക്കാം കണക്റ്റ് ആകുമോ ഇല്ലയെന്നേ. നമ്മുടെ TWSൻ്റെ പേര് കാണിച്ചിട്ടുണ്ട്. കണക്ട് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ TWS നിലവിൽ ഇതാ കണക്റ്റ് ആയിട്ടുണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ. ഈ സംഭവം നമുക്ക് ബ്ലൂടൂത്ത് വൈഫൈ ഇല്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ പേരൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്, കണ്ടോ. PC-യിൽ, നമ്മുടെ ലാപ്ടോപ്പിൽ, എല്ലാത്തിലും ഇത് പറ്റും. അപ്പം ഇത്രയുള്ള ഒരു കുഞ്ഞ് സാധനം കൊണ്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും. അത് ബ്ലൂടൂത്ത് ഉണ്ട്, നമുക്ക് വൈഫൈ ഉണ്ട് ഡോംഗ്ലിൽ, അല്ലെങ്കിൽ അഡാപ്റ്റർ എന്ന് പറയും. അപ്പം ഇത്രയുള്ളായിരുന്നു സംഭവം. TP-Link അത്യാവശ്യം നല്ല ഒരു ബ്രാൻഡാണ്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇപ്പോൾ ഓഫർ ഉണ്ടായിരുന്നു. 480 രൂപ കണ്ടാണ് അടുത്ത് വില കിടക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു ഡീലായിട്ട് എനിക്ക് കിട്ടിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ